afternoon. സുഖാണോ? മാമിന് പനിയായിരുന്നോ? ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. പനി, കഫക്കെട്ട്, ചുമ എല്ലാം. ഫ്രൈഡേ ഡിസ്ചാർജ് ആയുള്ളൂ. ഇന്നലെ വീട്ടിലെ വന്നിട്ടുള്ളൂ. ലേബറും കുറച്ചെടുത്തായിരുന്നില്ലേ? ലൊക്കേഷൻ എടുത്തോ? ഇല്ല. ഈ ഒരു പാരഗ്രാഫ് കംപ്ലീറ്റ് ചെയ്തു തോന്നുന്നു. LDRP സ്യൂട്ട്സ് വരെ എടുത്തില്ലേ? ഓക്കെ. ഇതിന് ലൊക്കേഷൻ നോക്കാം. എങ്ങനെയായിരിക്കും ലേബർ റൂമിൽ ലൊക്കേഷൻ വരുന്നത്? പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കൂ. 73. പേജ് നമ്പർ 73. This section should be located in a convenient but isolated area. The labor room remote must be reachable from the entrance of the department to study away from unnecessary specific while also providing privacy to patients. It should be not far from the OT and surgical unit by facilitating the movement of patients, avoiding close collision. Labor room location വരുന്ന എവിടെയായിരിക്കും? മെയിൻ എൻട്രൻസിൽ തന്നെ ആയിരിക്കുമോ? കൺവീനിയന്റ് ആയിട്ടുള്ള ഏരിയ ആയിരിക്കും, എന്നാൽ ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഏരിയ ആയിരിക്കും അല്ലെ? നമ്മുടെ പേഷ്യൻസിന്റെ ലേബർ പേഷ്യൻസിന്റെ പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്ലേസ് ആയിരിക്കും. പക്ഷെ എന്താണ്, ആർക്കും അധികം ബുദ്ധിമുട്ടാവാൻ, എത്തിച്ചേരാനായിട്ട് അധികം ബുദ്ധിമുട്ടുണ്ടാവാനും പാടില്ല. എന്നാൽ എങ്ങനെയായിരിക്കണം? ഏതിനോട് തൊട്ടടുത്തായിരിക്കണം ലേബർ റൂം വരേണ്ടത്? ഏത് ഡിപ്പാർട്ട്മെന്റുമായി തൊട്ടടുത്തായിരിക്കണം? OT അല്ലെ? ഓപ്പറേഷൻ തിയേറ്റർ നമ്മള് ലേബർ റൂമിന് തൊട്ടടുത്ത് തന്നെ ആയിരിക്കും ഓപ്പറേഷൻ തിയേറ്റർ വരുന്നതല്ലേ? ഫസ്റ്റ് ഫ്ലോറോ സെക്കൻഡ് ഫ്ലോറോ ചെറിയൊരു ഗ്യാപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെ? ചിലപ്പോ അതേ ഡിപ്പാർട്ട്മെന്റ് വൈസ് അടുത്ത് തന്നെ ആയിരിക്കും വരുന്നത്. അറിയാലോ, കണ്ടിട്ടുണ്ടാവും. ലേബർ റൂമും OTയും അടുത്ത് തന്നെ ആയിരിക്കും. ഇൻ കേസ് ഓഫ് എമർജൻസി സമയത്ത് ചിലപ്പോ ലേബർ പേഷ്യൻസിന് നമുക്ക് സർജറി ചിലപ്പോ വന്നിരിക്കും അല്ലെ? ആവശ്യമായി വന്നിരിക്കും. അപ്പൊ ഇത്രയും പെട്ടെന്ന് OTയിലേക്ക് മാറ്റുന്നതിന് വേണ്ടി തന്നെയാണ് OTയുടെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് ലേബർ റൂം ലൊക്കേഷൻസ് വരുന്നത്. മാത്രമല്ല പേഷ്യൻസിന്റെ മറ്റു തരത്തിലുള്ള മറ്റു ഹോസ്പിറ്റൽസ് ഒന്നും വരാതെ, അല്ലെങ്കിൽ അവർക്ക് മറ്റു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ അവരുടെ പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യുന്ന തരത്തിലായിരിക്കും ലേബർ റൂം ലൊക്കേഷൻസ് വരുന്നത്. ഓക്കെ, അങ്ങനത്തല്ലേ നിങ്ങള് ഗേൾസ്? പോയവർക്ക് അറിയാൻ പറ്റും. എന്താണ് മിണ്ടാതിരിക്കുന്നത്? എല്ലാവരും ഉറങ്ങിയാണോ? ഒരാഴ്ച എന്റെ ശല്യം ഉണ്ടായില്ലല്ലോ, അപ്പൊ മിണ്ടിക്കൂടെ? ഓക്കെ, യെസ്. ഇനി മനസ്സിലായാലോ ലൊക്കേഷൻ എങ്ങനെയാ വരുന്നത്? ഈ പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തേ. Located in convenient but isolated area. തുടങ്ങി ഐസൊലേറ്റഡ് ഏരിയ എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യാം. എന്താണ്? reachable from the entrance of the department or study away from unnecessary specific while also providing privacy to patients. മാത്രം മതി, ഫസ്റ്റ് പാരഗ്രാഫ് മാത്രം മതി, ഫസ്റ്റ് സെന്റൻസ് മാത്രം മതി. ഇനി അടുത്തത് ഡിസൈൻ നോക്കാം നമുക്ക്. ഡിസൈൻ. ലേബർ റൂം must be of enough size, the large door allowing passage of the beds or stretchers with attendants. Labor room complex should have enough light,
power backup, ventilation, dry-age area, clean utility area, autoclaved supplies, and common supplies such as towels, linen, etc. Okay. Labor room is enough size. നമുക്ക് ഇതിനകത്ത് പ്രവേശിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റില്ല അല്ലെ, ഇനഫ് ആയിട്ടുള്ള സ്ഥലം, ധാരാളം സ്പേസസ് ഉണ്ടായിരിക്കും, ലാർജ് ആയിട്ടുള്ള ഡോർസ് ആയിരിക്കും, അതായത് പാസേജസ് കുറച്ച് വലുതായിരിക്കും, സ്ട്രക്ചേഴ്സ് ഒക്കെ കൊണ്ടുപോകുന്ന വേണ്ടിയിട്ട് കുറച്ചുകൂടി എന്താണ് ലാർജ് ആയിട്ടുള്ള ഡോർസ് ആയിരിക്കും സെറ്റ് ചെയ്തിരിക്കുന്നത്, പാസേജ് വലുതായിരിക്കും. ഓക്കെ. ലേബർ കോംപ്ലക്സിൽ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും, ആവശ്യത്തിലധികം മതിയായ ലൈറ്റിനിങ് സംവിധാനം ഉണ്ടായിരിക്കും, പവർ ബാങ്ക് സംവിധാനം ഉണ്ടായിരിക്കും, വെന്റിലേഷൻ ഉണ്ടാവും, ട്രയേജ് ഏരിയാസ്, ക്ലീൻ യൂട്ടിലിറ്റി ഏരിയ ഉണ്ടാവും, ദെൻ ഓട്ടോക്ലേവ്ഡ് സപ്ലൈസ് ആൻഡ് കോമൺ സപ്ലൈസസ്. ഓട്ടോക്ലേവ്ഡ് സപ്ലൈസ് മാത്രമല്ലാതെ ഓട്ടോക്ലേവ്ഡ് എന്താണ്, ഓട്ടോക്ലേവ്ഡ് ഇതിനു വേണ്ടിയിട്ടാണ് ഓട്ടോക്ലേവ്ഡ് സപ്ലൈസ്. ഓപ്പറേഷൻ തിയേറ്ററിൽ പഠിച്ചിട്ടുണ്ടല്ലോ നമ്മള് ഓട്ടോക്ലേവ് എന്തിനാണെന്ന്, എന്തിനുള്ള ഒരു ഡിവൈസ് ആണത്, സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള. ഓക്കെ. പിന്നെ അതർ കോമൺ സപ്ലൈസസ്, ടവൽസ്, ലേബർ പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള ലിനൻസ്, ടവൽസ്, ഇതെല്ലാം തന്നെ ലേബറും കോംപ്ലക്സിനകത്ത് തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ this area should be designed to block out sound, ensuring that patients can experience optimal comfort and relaxation. ഇനി ഈ ഏരിയയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ നമ്മൾക്കറിയാം ലേബർ റൂം മാത്രമല്ല മറ്റെല്ലാ ഡിപ്പാർട്ട്മെന്റ്സും എങ്ങനെയായിരിക്കും ഹോസ്പിറ്റലിലെ, സൈലൻസ് ആയിരിക്കും, സൗണ്ട്സ് ബ്ലോക്ക് ചെയ്യുന്ന തരത്തിലുള്ള സംവിധാനങ്ങളായിരിക്കുള്ളൂ ആ കോംപ്ലക്സ് തയ്യാറാക്കിയിരിക്കുന്നത്. അതായത് ശബ്ദമലിനീകരണം തടയുന്നതിന് വേണ്ടിയിട്ട് മാത്രമല്ല, പേഷ്യൻസിന് കംഫർട്ടബിൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ ശബ്ദ നിയന്ത്രണം അല്ലെങ്കിൽ സൗണ്ട് കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ. പേഷ്യൻസ് എപ്പോഴും കംഫർട്ട്, പ്രത്യേകിച്ച് ലേബർ പേഷ്യൻസ് എപ്പോഴും റിലാക്സ്ഡ് ആയിരിക്കുന്നതിന് വേണ്ടിയിട്ടും നല്ലൊരു എക്സ്പീരിയൻസ് അവർക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടും അവിടെ എന്താണ് ശബ്ദം കൃത്യമായ രീതിയിൽ കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരിക്കും. ഫെസിലിറ്റീസ് ഫോർ എക്സാമിനേഷൻ, പ്രിപ്പറേഷൻ, ഒബ്സർവേഷൻ ആർ ഓൾസോ അവൈലബിൾ. ഇനി പേഷ്യൻസിനെ നോക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റെല്ലാ ഫെസിലിറ്റീസും നമ്മൾ ഫസ്റ്റിൽ നോക്കിയ പോലെ തന്നെ ഓരോ ഏരിയാസ് ഉണ്ടായിരിക്കും. മെറ്റേണിറ്റി ഏരിയ, എക്സാമിനേഷൻ ഏരിയ, ഒബ്സർവേഷൻ ഏരിയ, പ്രിപ്പറേഷൻ ഏരിയ, ഇതെല്ലാം ഇവിടെ തന്നെ ഉണ്ടായിരിക്കും. ലേബർ റൂം കോംപ്ലക്സിനകത്ത് തന്നെ ഇതെല്ലാം തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ. ലേബർ റൂമിന്റെ സൈസ് എന്ന് പറയുന്നത് അത്യാവശ്യം ലാർജ് സൈസ് ഡോർസ് ആയിരിക്കും. സ്ട്രെച്ചേഴ്സ് ഒക്കെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട്, കൂടുതൽ എളുപ്പത്തിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ലാർജ് സൈസ് ഓഫ് ഡോർസ് ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുക. അതിന് കോംപ്ലക്സ് എന്ന് പറഞ്ഞ ആവശ്യത്തിനധികം ലൈറ്റിനിങ്ങും പവർ ബാക്കപ്സും കൃത്യമായ വെന്റിലേഷൻ സൗകര്യങ്ങളും ക്ലീൻ യൂട്ടിലിറ്റി ഏരിയസും ഡ്രൈയേജ് ഏരിയാസും ആട്ടോക്ലേവ് സപ്ലൈസും മറ്റു സപ്ലൈസസ് ഒക്കെ സൂക്ഷിച്ചിരിക്കുന്ന പ്രത്യേക ഏരിയാസുകൾ ഉണ്ടായിരിക്കും. പിന്നെ എന്താണ്, അവിടെ സൗണ്ട്സ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും, പ്രത്യേകിച്ച് പേഷ്യൻസിന് നല്ല എക്സ്പീരിയൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് സൗണ്ട്സ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. പിന്നെ മറ്റ് ഫെസിലിറ്റീസ് കൂടി ആ കോംപ്ലക്സിൽ ഉണ്ടായിരിക്കും. മറ്റ് ഏരിയാസ് ഏതൊക്കെ ഏരിയാസ് ആണ്, എക്സാമിനേഷൻ ഏരിയ, പ്രിപ്പറേഷൻ ഏരിയ ആൻഡ് ഒബ്സർവേഷൻ ആർ ഓൾസോ അവൈലബിൾ. ഓക്കെ. അതാണ് അങ്ങനെയാണ് അതിന്റെ ഡിസൈൻ വരുന്നത്. ഇനി നമ്മുടെ ഈ ഡിസൈൻ തന്നെ നമ്മളെ 3 കാറ്റഗറി സോൺ ആയിട്ട് ഇതിനെ തരംതിരിച്ചിട്ടുണ്ട്. ലേബർ റൂമിനെ നമ്മള് 3 സോൺസുകളായിട്ട്, നമ്മൾ ഓപ്പറേഷൻ തിയേറ്റേഴ്സിലെ 4 സോൺസ് പഠിച്ചതുപോലെ ഇവിടെയും എന്താണ് 3 സോൺസ് വരുന്നുണ്ട്. LTR, labor, delivery and recovery complex can be divided into 3 zones. സ്പീഡ് കൊടുക്കുന്നുണ്ടോ അല്ലേ? ഇല്ല. ക്ലാസ്സിലാന്നൊക്കെ വിചാരിച്ചിരിക്കായിരുന്നോ? ചേച്ചോ ഇല്ലല്ലേ? മെസ്സേജ് വരാതിപ്പോ മനസ്സിലായി ക്ലാസ് ഉണ്ടെന്നല്ലേ? നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്രമുള്ള മിക്ക ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും വർക്ക് ചെയ്യുന്നുണ്ട്, ക്ലാസ്സുകളുണ്ട്. BSനെ കാണാൻ പോയോ നിങ്ങള്? നോ, എറണാകുളത്തുള്ള ആരും ഇല്ല. ബീച്ചിൽ നിന്ന് പൊതുദർശനമുള്ളല്ലേ ദർബാർ ഹാളില്. ഞാൻ പോകേണ്ടതായിരുന്നു, പോകാൻ പറ്റിയില്ല. എന്റെ കോളേജിന്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണ്. ബാക്കി ഫ്രണ്ട്സൊക്കെ പോകാനിരുന്ന നമ്മള് പറ്റിയില്ല, ക്ലാസ് വെച്ചല്ലോ. ഓക്കെ. അങ്ങനെ നമ്മളുടെ ഒരു ഏറ്റവും നല്ലൊരു സമരനായകൻ വിടവാങ്ങി അല്ലേ? ഇഷ്ടമായിരുന്നോ VS അച്യുതാനന്ദനെ നിങ്ങൾക്ക്?
ഓക്കെ, നോക്കാം. LTR സോൺസിനെ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അൺസ്റ്റെറൈൽ സോൺ, പ്രൊട്ടക്റ്റീവ് സോൺ, ഡെലിവറി സോൺ. ഓരോ സോൺസിലും ഏതൊക്കെ കോംപ്ലക്സ് ഏതൊക്കെ ഏരിയാസ് ആണ് വരുന്നതെന്ന് നോക്കാം. അൺസ്റ്റെറൈൽ സോണിൽ എന്തൊക്കെയാണ്? കൺസിസ്റ്റ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ, വെയിറ്റിംഗ് ഏരിയ, പബ്ലിക് യൂട്ടിലിറ്റി ഏരിയ എക്സെട്ര. അൺസ്റ്റെറൈൽ സോണിൽ വരുന്നതാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ, വെയിറ്റിംഗ് ഏരിയ, പബ്ലിക് യൂട്ടിലിറ്റി എക്സെട്ര. ഓക്കെ, അപ്പൊ ഏതൊക്കെ ഏതെല്ലാം വരുന്നതെന്നുള്ളത് പഠിക്കണം. അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. അൺസ്റ്റെറൈൽ സോണിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതൊക്കെയാണ്, അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് കേട്ടോ. ഓക്കെ, പിന്നെ പ്രൊട്ടക്റ്റീവ് സോൺ ഏതൊക്കെയാണ്? ചേഞ്ച് റൂം, പ്രീ ലേബർ റൂം, മെഡിസിൻ സ്റ്റോർ, ഡ്യൂട്ടി റൂം എക്സെട്ര. പ്രൊട്ടക്റ്റീവ് സോണില് ചേഞ്ച് റൂം, പ്രീ ലേബർ റൂം, മെഡിസിൻ സ്റ്റോർ, ഡ്യൂട്ടി റൂം എക്സെട്ര. പിന്നെന്താണ് ഡെലിവറി സോണില്? അടുത്ത കാറ്റഗറി സോണാണ് ഡെലിവറി സോണില്. കൺസിസ്റ്റ് ഓഫ് ക്ലീൻ സപ്ലൈ റൂം, സ്ക്രബ് സ്റ്റേഷൻ, ഡെലിവറി റൂം എക്സെട്ര. Delivery zone consists of clean supply room, scrub station, delivery room, etc. അപ്പോൾ ഡെലിവറി റൂം ഏത് സോണിലായിരിക്കും ഉൾപ്പെടുന്നത്? ഡെലിവറി സോണിലാണ് കേട്ടോ. ഓക്കെ, മൂന്ന് സോൺസുകൾ പഠിക്കണം. LTR കോംപ്ലക്സിനെ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അൺസ്റ്റെറൈൽ, പ്രൊട്ടക്റ്റീവ് ആൻഡ് ഡെലിവറി. അൺസ്റ്റെറൈൽ സോണിൽ ഏതൊക്കെ വരുന്നു? അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ, വെയിറ്റിംഗ് ഏരിയ, പബ്ലിക് യൂട്ടിലിറ്റി ഏരിയ. Then protective zone like change room, pre-labor room, medicine store, duty room, delivery lab, clean supply room, scrub station and delivery room. Okay, here are all. ഇനി നോക്കൂ, facilities and requirements. Facilities and requirements. ലേബർ റൂം കോംപ്ലക്സിന്റെ മറ്റ് സൗകര്യങ്ങളും ആവശ്യകതകളും എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതൊക്കെ ഫെസിലിറ്റീസ് ആൻഡ് റിക്വയർമെന്റ്സ് എന്താ? അവിടെ നഴ്സിംഗ് സ്റ്റേഷൻ ഉണ്ടായിരിക്കും, സൂപ്പർവൈസേഴ്സ് ഓഫീസ്, വെയിറ്റിംഗ് റൂം, സ്ക്രബ് ഏരിയാസ് ആൻഡ് വാഷിംഗ് ഏരിയാസ്, ഡ്യൂട്ടി റൂം, ടോയ്ലറ്റ് ഫെസിലിറ്റീസ്, ക്ലോത്ത് ചേഞ്ചിങ് ഏരിയ, റൂം ഡിസൈൻ ഫോർ ദ സ്റ്റോറേജ് ഓഫ് എക്യുപ്മെന്റ് ആൻഡ് മെഡിസിൻസ്, സ്റ്റെറിലൈസിംഗ് ഫെസിലിറ്റീസ്, ക്ലിനിക്കൽ ഏരിയാസ്, ചൈൽഡ് ആൻഡ് സ്കിപ്പ് ഫ്ലോറിംഗ്, സെൻട്രലി എയർ കണ്ടീഷൻ. മറ്റ് ഫെസിലിറ്റീസുകളാണ് പറയുന്നത് കേട്ടോ. നഴ്സിംഗ് സ്റ്റേഷനൊക്കെ അറിയാലോ, സൂപ്പർവൈസേഴ്സ് ഓഫീസ് ഉണ്ടായിരിക്കും, വെയിറ്റിംഗ് റൂംസിന് വേണ്ടി സെപ്പറേറ്റ് ഏരിയാസ്, സ്ക്രബ് ഏരിയാസ്, മറ്റും വാഷിംഗ് ഏരിയാസ് ഉണ്ടായിരിക്കും, ഡ്യൂട്ടി റൂം, മറ്റ് ടോയ്ലറ്റ് ഫെസിലിറ്റീസ്, ചേഞ്ചിങ് ഏരിയാസ് ഉണ്ടായിരിക്കും. പിന്നെന്താണ്? റൂം ഡിസൈൻ ഫോർ ദ സ്റ്റോറേജ് ഓഫ് എക്യുപ്മെന്റ് ആൻഡ് മെഡിസിൻസ്. ഇതിന് വേണ്ടിയിട്ടാണത് എക്യുപ്മെന്റ്സ്, മെഡിസിൻസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയിട്ടൊരു പ്രത്യേക റൂം ഉണ്ടായിരിക്കും. പിന്നെ സ്റ്റെറിലൈസേഷൻ ഫെസിലിറ്റീസ് റൂംസ്, ക്ലിനിക്കൽ ഏരിയാസ് ഉണ്ടായിരിക്കും. ടൈൽഡ് ആൻഡ് സ്കിപ്പ് ഫ്ലോറിംഗ്. എന്താണ് ടൈൽഡ് ആൻഡ് സ്കിപ്പ് ഫ്ലോറിംഗ് എന്ന് പറയുന്നത്? അതായത് റെഡ്യൂസ് ദ പോസിബിലിറ്റി ഓഫ് സ്കിപ്പിംഗ്. സ്കിപ്പ് ആവാത്ത തരത്തിലുള്ള ടൈൽഡ് ഫ്ലോറിംഗ് ആയിരിക്കും അല്ലെ. ഫ്ലോറിംഗ് എങ്ങനെയായിരിക്കണം? നോൺ സ്ലിപ്പ് ആയിട്ടുള്ള ഫ്ലോറിംഗ് ആയിരിക്കും. പേജ് നമ്പർ 74. പിന്നെന്താണ്? സെൻട്രലി എയർ കണ്ടീഷൻഡ് ആയിരിക്കും. അറിയാലോ, ലേബർ കോംപ്ലക്സ് കംപ്ലീറ്റ്ലി ഇങ്ങനെയായിരിക്കും, സെൻട്രലി എയർ കണ്ടീഷൻ ചെയ്തിട്ടായിരിക്കും. ഇത്തരം ഫെസിലിറ്റീസ് ആണ് ഇതിലുള്ളത്, ലേബർ കോംപ്ലക്സിൽ ഉണ്ടായിരിക്കുക. ഓക്കെ, എളുപ്പമല്ലേ അത്? മനസ്സിലായോ? യെസ്. ഇനി നമുക്ക് നോക്കാം ലേബർ വാർഡ് പ്രോട്ടോകോൾസ്. എളുപ്പമായതുകൊണ്ടാണ് വേഗം വേഗം പറഞ്ഞോണത്. Labor ward protocols. The protocols for the labor ward offer explicit instruction for managing ward activities, ensuring the ward operators efficiently and delivers excellent medical care to pregnant women. These protocols are in regard to the administration policies ആയിട്ടും clinical recommendations ആയിട്ട് രണ്ട് രീതിയിലാണ്. അതായത് ലേബർ വാർഡില് നമ്മൾ പാലിക്കേണ്ട കുറച്ച് പ്രോട്ടോകോൾസ് അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്തൊക്കെയാണെന്നാണ്. നമുക്കറിയാം, ഇത് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ആണ് അല്ലെ. അതായത് ആ വാർഡിന്റെ ആക്ടിവിറ്റീസ് മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതേപോലെ വാർഡിന്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്യുന്നതിനും എഫിഷ്യന്റ് ആയിട്ടും അതേപോലെ തന്നെ എന്താണ് പ്രഗ്നന്റ് വുമൻസിന് എക്സലന്റ് ആയിട്ടുള്ള ഒരു കെയർ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ വാർഡുകളിലും പ്രത്യേകിച്ച് ലേബർ വാർഡിലെ ഓരോ പ്രോട്ടോകോൾസുകൾ തയ്യാറാക്കിയിരിക്കുന്നത്.
ഓക്കെ, വാർഡിന്റെ പ്രവർത്തനങ്ങൾ സുഗമമായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. പ്രോട്ടോകോൾസ് റൂൾസ് അല്ലെ? ഓക്കെ, നമ്മളെ പ്രോട്ടോകോൾസിന് രണ്ടായിട്ട് പറയുന്നുണ്ട്. ഒന്ന് എന്താണ്? Administration and policies encompasses the duties and obligation of administrative and professional responsibilities, criteria for admission, traffic control, ward regulation, disaster management, etc. The administrationൽ വാർഡിന്റെ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അവിടെ കുറച്ച് ഡ്യൂട്ടീസ് ആൻഡ് ഒബ്ലിഗേഷൻസ് വരുന്നുണ്ട്. പ്രത്യേകിച്ച് എന്തൊക്കെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട്? പ്രൊഫഷണൽ റെസ്പോൺസിബിലിറ്റീസുമായി, വാർഡിന്റെ പ്രൊഫഷണൽ റെസ്പോൺസിബിലിറ്റീസുമായിട്ട് വരുന്ന കാര്യങ്ങൾ. പിന്നെ അഡ്മിഷൻ പർപ്പസ്, ക്രൈറ്റീരിയ ഫോർ അഡ്മിഷൻ. ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എന്താണ്? അഡ്മിഷന്റെ കുറച്ച് മാനദണ്ഡങ്ങളാണ് അല്ലെ? ഓക്കെ, അതുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ. പിന്നെ എന്താണ്? ട്രാഫിക് കൺട്രോൾ. ലേബർ വാർഡിലെ ട്രാഫിക് കൺട്രോൾ, അതായത് ഓവർ പേഷ്യൻസിന്റെ ഫ്ലോസ് ഒന്നും അവിടെ അധികമായിട്ട് യാതൊരു വിധത്തിലെ പൊല്യൂഷൻസ് ഒന്നും അവിടെ വരാൻ പാടില്ലല്ലോ. ട്രാഫിക്സ് പ്രത്യേകിച്ച് മറ്റ് കാൽനടക്കാര്, പെഡസ്ട്രിയൻസിന്റെ മറ്റ് യാത്രികൾ എന്താണ് ഇവിടെ തടഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ട്രാഫിക് കൃത്യമായ രീതിയിൽ കൺട്രോൾ ചെയ്യണം. പിന്നെ എന്തൊക്കെയാണ്? വാർഡ് റെഗുലേഷൻസ്, വാർഡിനകത്ത് പാലിക്കേണ്ട കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. പിന്നെ എന്താണ്? ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ഏതെങ്കിലും തരത്തിലുള്ള ഡിസാസ്റ്റർ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. ഇത്തരം കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്, അഡ്മിനിസ്ട്രേഷൻ പ്രോട്ടോകോൾസിൽ വരുന്നത്. ഒന്ന് പ്രൊഫഷണൽ റെസ്പോൺസിബിലിറ്റീസ്, criteria for admission, traffic control, ward regulations, and disaster management, etc. ഇതാണ് അഡ്മിനിസ്ട്രേഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? ക്ലിനിക്കൽ റെക്കമെൻഡേഷൻസ്. ക്ലിനിക്കൽ ശുപാർശകളിൽ വരുന്ന എന്തൊക്കെയാണ്? വാർഡ് റെഗുലേഷൻസിൽ clinical recommendations that cover inpatient care, management of labor, postpartum care, newborn care, etc. ക്ലിനിക്കൽ റെക്കമെൻഡേഷൻസിൽ വരുന്ന റൂൾസ് ആൻഡ് പ്രോട്ടോകോൾസ് ഏതൊക്കെയാണ്? എന്തുമായി ബന്ധപ്പെട്ടാണ്? ഒന്ന് ഇൻപേഷ്യന്റ് കെയറുമായി ബന്ധപ്പെട്ട്. ആരാണ് ഇൻപേഷ്യന്റ് എന്ന് പറയുന്നത്? ഇൻപേഷ്യന്റ് ആരാണ്? ഇൻപേഷ്യന്റ് ആരാണ്? അഡ്മിറ്റഡ് പേഷ്യൻസ് അല്ലെ? ഓക്കെ, അവരുമായി ബന്ധപ്പെട്ട് വരുന്ന അവരുടെ ക്ലിനിക്കൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ മാനേജ്മെന്റ് ഓഫ് ലേബർ പേഷ്യൻസിന്റെ മാനേജ്മെന്റ്, പോസ്റ്റ്മോർട്ടം കെയർ കൊടുക്കല്, അതുപോലെ ന്യൂ ബോൺ കെയർ എക്സെട്ര. ഇത്തരം കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്, ക്ലിനിക്കൽ റെക്കമെൻഡേഷൻസിൽ വരുന്നത്. മറ്റത് അഡ്മിനിസ്ട്രേഷൻ പർപ്പസസിൽ വരുന്നത് മറ്റ് റെസ്പോൺസിബിലിറ്റീസ് ആണ്. വാർഡ് റെഗുലേഷൻസ് ഉൾപ്പെടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് വരെയുള്ള റൂൾസുകൾ, പ്രോട്ടോകോൾസുകൾ. ഇവിടെ എന്താണ്? ക്ലിനിക്കൽ റെക്കമെൻഡേഷൻസ് ആണ്. എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്? ഇൻപേഷ്യൻസിന്റെ ട്രീറ്റ് ചെയ്യുന്നത്, മാനേജ്മെന്റ് ഓഫ് ലേബർ, പിന്നെ എന്താണ്? പോസ്റ്റ്മോർട്ടം കെയർ ആൻഡ് ന്യൂ ബോൺ കെയർ എക്സെട്ര. ലേബർ വാർഡിൽ ഇങ്ങനെ പ്രോട്ടോകോൾസ് കൊണ്ടുവന്നിരിക്കുന്നതിന്റെ കാരണം എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളെ പ്രഗ്നന്റ് വുമൻസ് അല്ലെങ്കിൽ പ്രഗ്നന്റ് ആയിട്ടുള്ള പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള എക്സലന്റ് ആയിട്ടുള്ള മെഡിക്കൽ കെയർ പ്രൊവൈഡ് ചെയ്യുന്നതിനും അവിടുത്തെ മറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളും ക്ലിനിക്കൽ കാര്യങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ലേബർ വാർഡ് പ്രോട്ടോകോൾസുകൾ തയ്യാറാക്കിയിരിക്കുന്നത്. വാർഡ്സ് കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, മനസ്സിലായോ? ഇനി നിങ്ങൾ ലേബർ ടേബിൾ കണ്ടിട്ടുണ്ടോ? ലേബർ ടേബിൾ, യെസ്. Labor table is one of the crucial tools and equipment used in the delivery room. അല്ലെ? നമ്മുടെ ഡെലിവറി റൂമില് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ലേബർ ടേബിൾ എന്ന് പറയുന്നത്. കുറച്ച് ലേബർ ആ സമയത്തേക്ക് ആവശ്യമായിട്ട് വരുന്നുള്ള എക്യുപ്മെന്റ്സുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ച് ഏതൊക്കെയാണ് ലേബർ ടേബിളിൽ വരുന്ന എക്യുപ്മെന്റ്സുകൾ? ഫസ്റ്റ് വൺ റേഡിയന്റ് വാർമർ, സ്റ്റെറിലൈസേഴ്സ്, ഫോർച്ചർ ഡോപ്ലർ ആൻഡ് ഫോർച്ചർ ടോക്കോ കാർഡിയോഗ്രാഫ്. എന്താണ് റേഡിയന്റ് വാർമർ എന്ന് പറയുന്നത്? റേഡിയന്റ് വാർമർ പിന്നോ ക്യാമറ ഓൺ ആണല്ലോ. റേഡിയന്റ് വാർമർ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? റേഡിയന്റ് വാർമർ ഇതിനു വേണ്ടിയിട്ടാണ് റേഡിയന്റ് വാർമർ ഉപയോഗിക്കുന്നത്. കേൾക്ക്, ആരാണ് റേഡിയന്റ് വാർമറിൽ നമ്മൾ വെക്കുന്നത്? ന്യൂ ബോൺ ബേബീസിന് വേണ്ടിയിട്ട്. അറിയില്ലേ റേഡിയന്റ് വാർമർ എന്താണെന്ന്? പിക്ചർ കണ്ടാൽ മനസ്സിലാവും.
കുട്ടികളെ നമ്മൾ ചൂടിലിടാന്ന് കണ്ടിട്ടില്ലേ? ചൂടിലിടുന്ന കണ്ടിട്ടില്ലേ കുട്ടികളെ? ഇപ്പൊ കാണിച്ചു തരാം. അതായത് നമുക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഹീറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുട്ടിക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഹീറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഇത് റേഡിയന്റ് ബർണർ. കാണാൻ പറ്റുന്നുണ്ടോ? കാണാമോ? കാണുന്നില്ല ഇപ്പോഴോ? നോ. ഒരു മിനിറ്റ് കാണിച്ചു തരാം. പിള്ളേര് നോക്കി കാണാലോ, ഉണ്ടോ? നമ്മള് കുട്ടികളെ ചൂടിലിടാന്ന് പറയില്ലേ, ഇതിന് വേണ്ടിയിട്ടാണ്. അവർക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പ്രത്യേകിച്ച് ന്യൂ ബോൺ ബേബീസിന് നമ്മള് ഇതിന് വേണ്ടിയിട്ടാണ് ഇവിടെയായിരിക്കും കുട്ടികളെ കിടക്കുന്നത്. ഇതിൽ നിന്നായിരിക്കുള്ളൂ ആ ഒരു ഹീറ്റ് വരുന്നത്. ഇവിടെയാണ് കുഞ്ഞുങ്ങളെ കിടക്കുന്നത്, ഇവിടെ നിന്നാണ് ഹീറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ NICU-ലൊക്കെ ഇതുണ്ടായിരിക്കും, ചിലർ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ എന്താണ് ആ കുട്ടികൾക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഹീറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ന്യൂ ബോൺ ബേബീസിനെ ആ ടെമ്പറേച്ചർ അവർക്ക് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് റേഡിയന്റ് വാർമറിൽ കുട്ടികൾ ഇടുന്നത്. പിന്നെ അത് ഒരു ലേബർ ടൈപ്പുള്ള ഒരു എക്യുപ്മെന്റ് ആണ്. പിന്നെ എന്താണ് സ്റ്റെറിലൈസേഴ്സ് ഉണ്ടായിരിക്കും അല്ലെ, സ്റ്റെറിലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങൾ ഉണ്ടായിരിക്കും. പിന്നെ പോർച്ചൽ ഡോപ്ലർ. എന്താണ് പോർച്ചൽ ഡോപ്ലർ? പോർച്ചൽ ഡോപ്ലർ ന്യൂ ഐഡിയ, ഇതൊന്നും കേട്ടിട്ടില്ല. യെസ്, അൾട്രാസൗണ്ട് ആണ് ശരിക്കും അതല്ലേ. പോർച്ചൽ ഡോപ്ലർ എന്ന് പറയുന്നത് നമ്മുടെ ഗർഭസ്ഥ ശിശുവിന്റെ ഹാർട്ട് ബീറ്റ് അല്ലെ, ആ ഒരു ഡിവൈസ് ആണത്. മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, ടു ചെക്ക് യുവർ ബേബി ഹാർട്ട് റേറ്റ്. നമ്മുടെ കുട്ടിയുടെ ന്യൂ ബോൺ ബേബീസിന്റെ ഹാർട്ട് റേറ്റ് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോർച്ചൽ ഡോപ്ലർസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി പോർച്ചൽ ടോക്കോ കാർഡിയോഗ്രാഫ് എന്തായിരിക്കും പോലെ, നമുക്ക് ഹാൻഡ് ഹോൾഡ് ആണ്, നമുക്ക് കയ്യിൽ കൊണ്ടുകൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇനി പോർച്ചൽ നമ്മള് പ്രഗ്നൻസി പീരീഡിന് പോയവർക്കൊക്കെ അറിയാൻ പറ്റും, ആ സമയത്ത് നമ്മൾ പോർച്ചൽ ഡോപ്ലർ ഉപയോഗിച്ചിട്ടാണ് കൊച്ചിന്റെ ഹാർട്ട് ബീറ്റ്സ്, കുട്ടിയുടെ ഹാർട്ട് ബീറ്റ്സ് നോക്കുന്നത്. പോർച്ചൽ ടോക്കോ കാർഡിയോഗ്രാഫ് എന്തായിരിക്കും അപ്പോ? പോർച്ചൽ ടോക്കോ കാർഡിയോഗ്രാഫ് ഇതിനു വേണ്ടിയിട്ടാണത് ഗർഭസ്ഥ സമയത്തും പ്രസവ സമയത്തും ഗർഭസ്ഥ പിണ്ഡത്തിന്റെ അല്ലെങ്കിൽ ഭ്രൂണത്തിന്റെ അതിന്റെ ഹൃദയമിട്ടും ഗർഭാശയ കൺട്രാക്ഷൻസ് ഒക്കെ നോക്കുന്നതിന് വേണ്ടിയിട്ട്, ഹാർട്ട് റേറ്റ്സും അതേപോലെ തന്നെ ഗർഭാശയത്തിന്റെ കൺട്രാക്ഷൻസ് ഒക്കെ നോക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്ത്? പോർച്ചൽ ടോക്കോ കാർഡിയോഗ്രാഫ് എന്ന് പറയുന്നത്. മോണിറ്റർ ദ ഫീറ്റൽ ഹാർട്ട് റേറ്റ്. ഫീറ്റൽ ഹാർട്ട് റേറ്റ് മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്, ഒരു ഡിവൈസ് ആണ് എന്ത്? പോർച്ചൽ ടോക്കോ കാർഡിയോഗ്രാഫ് എന്ന് പറയുന്നത്. ഈ 4 ടൂൾസ് എന്തിനുള്ളതാണ്? ലേബർ ടേബിളിലെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ടൂൾസുകളാണ്. മോണിറ്റർ യൂറിൻ കൺട്രാക്ഷൻസ് ഒക്കെ നോക്കുന്നതും എന്തുപയോഗിച്ചിട്ടാണ്? പോർച്ചൽ ടോക്കോ കാർഡിയോഗ്രാഫി ഉപയോഗിച്ചിട്ടാണ് ഇൻ പ്രഗ്നൻസി ടൈം. ഓക്കെ, യെസ്. ലേബർ ടേബിളിലുള്ള ഉപകരണങ്ങൾ എന്തൊക്കെയാണ്? ക്രൂഷ്യൽ ആയിട്ടുള്ള ടൂൾസ് ഏതൊക്കെയാണ് എന്ന് റേഡിയന്റ് വാർമർ, സ്റ്റെറിലൈസേഴ്സ്, പോർച്ചൽ ഡോപ്ലർ ആൻഡ് പോർച്ചൽ ടോക്കോ കാർഡിയോഗ്രാഫ്. ഓക്കെ, 4 ഓർത്ത് വെക്കണം കേട്ടോ പേരുകളാണ്. ഇനി these tools and accessories needed to be cleaned, set aside and dried after each use. All labor room equipment must be in good functioning order and be prepared for usage according to staff. നമ്മൾ ഈ ലേബർ ടേബിൾ ഉപയോഗിച്ചിരിക്കുന്ന ഉപകരണങ്ങളെല്ലാം തന്നെ എങ്ങനെയായിരിക്കും നമ്മളത് ഉപയോഗിക്കേണ്ടത്? എപ്പോഴും നമ്മൾ വളരെ എല്ലാ ആക്സസറീസും എല്ലാ ഡിവൈസസും വളരെ ക്ലീൻഡ് ആയിരിക്കണം. മാത്രമല്ല ക്ലീൻ ചെയ്തത് ഡ്രൈ ചെയ്ത് ആ ഒരു സ്ഥലത്ത് കൃത്യമായിട്ട് വെക്കേണ്ട പൊസിഷനിൽ തന്നെ ആയിരിക്കണം അത് ക്ലീൻ ചെയ്ത് മാറ്റി വെക്കേണ്ടത്. ഓൾ ലേബർ റൂം എക്യുപ്മെന്റ് മസ്റ്റ് ബി ഗുഡ് ഫങ്ഷനിങ് ഓർഡർ ആൻഡ് ബി പ്രിപ്പയർഡ് ഫോർ യൂസേജ് അക്കോർഡിംഗ് ടു സിസ്റ്റം. അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാ ഉപകരണങ്ങളും എങ്ങനെയുള്ളതായിരിക്കണം? ഗുഡ് ഫങ്ഷൻ, നല്ല പ്രവർത്തനക്ഷമതയുള്ളതായിരിക്കണം. അതിനുവേണ്ടി നമ്മൾ എന്താണ് ഉപയോഗിച്ചതിന് ശേഷം നല്ല രീതിയിൽ തന്നെ അത് ക്ലീൻ ചെയ്യുക. കൃത്യമായ രീതിയിൽ അത് ഉണക്കി വെക്കുന്ന സാധനങ്ങളാണെങ്കിൽ എന്താണ് കൃത്യമായ രീതിയിൽ അത് മറ്റ് സ്റ്റാഫുകൾക്ക് ഉപയോഗിക്കുന്ന തരത്തിൽ, മറ്റുള്ളവർക്ക് ഉപയോഗിക്കുന്ന തരത്തിൽ കൃത്യമായിട്ട് അത് യൂസ് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഏത് ഉപകരണമാണെങ്കിലും ഉപയോഗശേഷം അത് കൃത്യമായിട്ട് ക്ലീൻ ചെയ്യുക. ഓക്കെ, മനസ്സിലായോ?
അടുത്തത് പറയട്ടെ. യെസ്, measure to maintain safety. Measures to maintain safety. ലേബർ വാർഡിൽ നമ്മൾ സേഫ്റ്റീസ് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് സ്വീകരിക്കേണ്ട മെഷേഴ്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, സ്റ്റാൻഡേർഡ് സേഫ്റ്റി പ്രൊസീജിയർ മസ്റ്റ് ബി ഫോളോഡ് ബൈ ഓൾ മെഡിക്കൽ സ്റ്റാഫ്. സ്റ്റാൻഡേർഡ് സേഫ്റ്റി പ്രൊസീജിയർ, എല്ലാ സ്റ്റാഫുകളും തന്നെ എന്താണ് സേഫ്റ്റി പ്രൊസീജിയേഴ്സുകൾ ഫോളോ ചെയ്യുന്ന എല്ലാ മെഡിക്കൽ സ്റ്റാഫുകളും സേഫ്റ്റി പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ നമുക്കറിയാലോ, എല്ലാ സുരക്ഷാ നടപടികളും സ്വീകരിക്കുക. പ്രത്യേകിച്ച് നമ്മള് പേഴ്സണൽ പ്രൊട്ടക്ട് എക്യുപ്മെന്റ്സുകൾ എല്ലാ മെഡിക്കൽ സ്റ്റാഫുകളും ഉപയോഗിക്കേണ്ടതാണ് അല്ലെ. ഓക്കെ, ദെൻ മാത്രമല്ല അവിടെ തന്നിരിക്കുന്ന എല്ലാ സുരക്ഷാ നിയമങ്ങളും എല്ലാ പ്രൊസീജിയേഴ്സും എല്ലാ മെഡിക്കൽ സ്റ്റാഫുകളും ഫോളോ ചെയ്യേണ്ടതാണ്. പിന്നെ പീരിയോഡിക് ഇൻ സർവീസസ് ആൻഡ് ട്രെയിനിങ് സെഷൻ ഓൺ ഇൻഫെക്ഷൻ കൺട്രോൾ ടു ബി ഹെൽഡ്. പീരിയോഡിക് ഇൻ സർവീസസ് ആൻഡ് ട്രെയിനിങ് സെഷൻ. എന്താണ് പീരിയോഡിക് ഇൻ സർവീസസ് ആൻഡ് ട്രെയിനിങ് സെഷൻ? ഇതിനു വേണ്ടിയിട്ടാണ് ഇൻഫെക്ഷൻസ് അല്ലെ, അണുബാധ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് സ്റ്റാഫുകൾക്ക് കൃത്യമായ രീതിയിൽ നമ്മൾ അവിടെ ട്രെയിനിങ് സെഷൻസ് കൊടുക്കും. അല്ലെങ്കിൽ എന്താണ് സർവീസിൽ ഇരിക്കുമ്പോൾ തന്നെ എന്താണ് അവർക്ക് കൃത്യമായിട്ടുള്ള പരിശീലനങ്ങൾ കൊടുക്കുന്നു. എന്നിട്ട് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഇൻഫെക്ഷൻസ് കൺട്രോൾ അല്ലെ, അണുബാധ നിയന്ത്രിക്കുന്ന തരത്തിലുള്ള പ്രിക്വേഷൻസുമായി ബന്ധപ്പെട്ട പരിശീലനങ്ങൾ ആർക്ക് കൊടുക്കുന്നുണ്ട്? സോ ആർക്കാണ് കൊടുക്കുന്നത്? നമ്മുടെ മെഡിക്കൽ സ്റ്റാഫ്സിലേക്ക് കൊടുക്കുക. പിന്നെ അടുത്ത പോയിന്റ് എന്താണ്? ക്ലോത്തിങ് വോൺ ഷുഡ് ബി സാനിറ്ററി ആൻഡ് ക്ലീൻ. ഉപയോഗിക്കുന്ന ക്ലോത്ത്സുകൾ എങ്ങനെയായിരിക്കണം ഉപയോഗിക്കേണ്ടത്? ക്ലോത്തിങ് വോൺ ഷുഡ് ബി സാനിറ്ററി ആൻഡ് ക്ലീൻ. എന്താണ്? എങ്ങനെയുള്ള വസ്ത്രങ്ങളായിരിക്കണം ധരിക്കേണ്ടത്? സാനിറ്റൈസ് ചെയ്ത് ക്ലീൻ ചെയ്തിട്ടുള്ള വസ്ത്രങ്ങളായിരിക്കണം ഉപയോഗിക്കേണ്ടത്. PP has to be accessible. എന്താണ്? PPE പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സുകൾ നിർബന്ധമായിട്ടും ധരിച്ചിരിക്കണം. ഓക്കെ, പിന്നെന്താ? ട്രെയിനിങ് ഫോർ എംപ്ലോയീസ് ഓൺ ജനറൽ ആൻഡ് പെർട്ടിക്കുലർ പ്രാക്ടീസസ്. ട്രെയിനിങ് ഫോർ എംപ്ലോയീസ് ഓൺ ജനറൽ ആൻഡ് പെർട്ടിക്കുലർ പ്രാക്ടീസസ്. എന്താണ്? എംപ്ലോയീസിന് നമ്മള് ജനറൽ ആയിട്ടും പെർട്ടിക്കുലർ ആയിട്ടും എന്താണ് കൃത്യമായ രീതിയിലുള്ള പരിശീലനങ്ങൾ, അതിൽ പ്രത്യേകമായ രീതികളിലെ ജീവനക്കാർക്ക് പരിശീലനങ്ങൾ നൽകുക. അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാ മെഡിക്കൽ എംപ്ലോയീസിനും എന്താണ് പ്രത്യേക രീതിയിലുള്ള ട്രെയിനിങ്സുകൾ പ്രൊവൈഡ് ചെയ്യുക, പരിശീലനങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. Infection patients should be admitted in accordance with the hospital protocols. Infection patients should be admitted in accordance with the hospital protocols. എന്താ പറയുന്നത്? ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിനെ നമ്മൾ അഡ്മിറ്റ് ചെയ്യുമ്പോൾ അവരെന്തൊക്കെ പാലിക്കണം? ഏതെങ്കിലും അണുബാധയുള്ള പേഷ്യൻസുകളാണെങ്കിൽ, പ്രത്യേകിച്ച് അണുബാധയുള്ള രോഗികളെ ആശുപത്രിയുടെ പ്രോട്ടോകോൾസ് അനുസരിച്ചിട്ട് മാത്രമായിരിക്കണം നമ്മള് എന്താണ് അവരെ അഡ്മിറ്റ് ചെയ്ത്. പ്രത്യേകിച്ച് നമുക്കറിയാം ചിലപ്പോൾ ഐസൊലേറ്റ് ചെയ്യേണ്ട പേഷ്യൻസ് ഉണ്ടായിരിക്കാം അല്ലെ. ഇൻ കേസ് എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ ഐസൊലേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം ഹോസ്പിറ്റൽ അതിൻ്റെതായിട്ടുള്ള പോളിസീസ് ഉണ്ട്. ഇപ്പം പ്രത്യേകിച്ച് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിനെ നമ്മൾ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ഹോസ്പിറ്റലിന്റെ പ്രോട്ടോകോൾസ് അനുസരിച്ചിട്ട് മാത്രമായിരിക്കും അവരെ അഡ്മിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെന്താണ്? All fitting clothing tools and waste needed to be treated as contaminated and handled carefully. All fitting cloth tools and waste needed to be treated as contaminated and handled carefully. എന്താ പറയുന്നത്? വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് എങ്ങനെയായിരിക്കണം? എല്ലാ ഫിറ്റിംഗ് ടൂൾസും ധരിച്ചിട്ട് വേണമല്ലോ. പ്രത്യേകിച്ച് വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ കൈകാര്യം ചെയ്യുന്ന സമയത്ത് നമ്മള് മലിനമാവാനുള്ള കണ്ടാമിനേറ്റഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ എല്ലാത്തിനും പ്രോട്ടോകോൾസും സ്വീകരിച്ചുകൊണ്ട് വളരെ കെയർഫുൾ ആയിട്ട് മാത്രമായിരിക്കും നമ്മൾ പ്രത്യേകിച്ച് വേസ്റ്റ് മെറ്റീരിയൽസുകളൊക്കെ ഹാൻഡിൽ ചെയ്യേണ്ടത്. ഓക്കെ, പ്രത്യേകിച്ച് PPE വെയർ ചെയ്യാതെ ഇത്തരം വേസ്റ്റ് മെറ്റീരിയൽസ് ഒന്നും തന്നെ നമ്മൾ എടുക്കാനായിട്ട് പാടുള്ളത്. എന്തെങ്കിലും തന്നെ ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, പിന്നെന്താണ്? Instruments and other supplies are clean, sterilized and processed. PPE എന്ന് പറയുന്നത് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് നമ്മള് കുറെ ചാപ്റ്റേഴ്സ് കഴിഞ്ഞിട്ടോ എന്നിട്ടും PPE അറിഞ്ഞൂടാന്ന് പറഞ്ഞാൽ ശരിയാവൂല. ഓക്കെ, ശ്രദ്ധിക്കണോട്ടോ. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് നമ്മുടെ ഗ്ലാസ്, നമ്മുടെ ഗൗൺസ്, ഗ്ലാസ്, മാസ്ക്, അതൊക്കെയാണ് എന്താ PPE എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ,
ദെൻ ബുക്സ്, ഷൂ കവേഴ്സ്, ക്യാപ്സ് ഇതൊക്കെ ഇതിൽ വരുന്നതാണ്. എല്ലാം പിന്നെ ഗ്ലൗസസ്, ഗൂഗിൾസ്, ഗ്ലാസസ് ഒക്കെ എന്താണ് ഇതിൽ വരുന്നതാണ്, PPE വരുന്നതാണ് കേട്ടോ. All fitting clothes tools. Okay. അടുത്തത് ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് അതർ സപ്ലൈസ് ആർ ക്ലീൻ, സ്റ്റെറിലൈസ്ഡ് ആൻഡ് പ്രോസസ്ഡ്. അവ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ, ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ എങ്ങനെയായിരിക്കും നമ്മൾ ഉപയോഗിക്കേണ്ടത്, എങ്ങനെയായിരിക്കണം സപ്ലൈ ചെയ്യേണ്ടത്, ക്ലീൻഡ് ആയിരിക്കണം അല്ലെ, എപ്പോഴും അത് സ്റ്റെറിലൈസ് ആയിരിക്കണം. സ്റ്റെറിലൈസ് ചെയ്തതിനു ശേഷം മാത്രമായിരിക്കും എല്ലാ ഇൻസ്ട്രുമെന്റ്സ് അവിടെ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, യെസ്. ഇൻസ്ട്രുമെന്റ്സ് മാത്രമല്ല മറ്റാത്ത സപ്ലൈസ് എപ്പോഴും എങ്ങനെയായിരിക്കണം, സ്റ്റെറിലൈസ് ചെയ്തിട്ടായിരിക്കണം അത് നമ്മൾ പ്രോസസ് ചെയ്യുന്നത്. And patient should be provided with the sterile drops. Patient should be provided with the sterile drops. Patientsന് നമ്മൾ ഇത്തരത്തിലുള്ള വസ്ത്രങ്ങളായിരിക്കണം ധരിക്കാൻ കൊടുക്കേണ്ടത്, സ്റ്റെറൈൽ ആയിട്ടുള്ള ഡ്രോപ്സ്. സ്റ്റെറൈൽ ഡ്രോപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, രോഗിക്ക് അണുവിമുക്തമായിട്ടുള്ള വസ്ത്രങ്ങൾ അല്ലേ, രോഗികൾക്ക് അണുവിമുക്തമായിട്ടുള്ള വസ്ത്രങ്ങളായിരിക്കണം വെയർ ചെയ്യാനായിട്ട് കൊടുക്കേണ്ടത്. An evaluation of an employee's health is crucial. An evaluation of an employee's health is crucial എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്, ഒരു ഹോസ്പിറ്റൽ സംബന്ധിച്ചിടത്തോളം ഒരു എംപ്ലോയി, മെഡിക്കൽ സ്റ്റാഫിന്റെ ആരോഗ്യം വിലയിരുത്തുക എന്ന് പറയുന്നത് നിർണായകരമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. നമുക്ക് എത്ര പ്രിക്കോഷൻസ് എടുത്താലും വരാനുള്ളത് വരില്ലെങ്കില്ല എന്ന് പറയുന്നത് പോലെ എന്താണ്, അവിടെ വർക്ക് ചെയ്യുന്ന ആരാണെങ്കിലും ഹെൽത്ത് പ്രിക്കോഷൻസ് എടുത്തിട്ട് വേണം. അത് ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടാണ് നമുക്ക്. കാരണം എപ്പോ വേണമെങ്കിലും എന്തും സംഭവിക്കുന്ന സിറ്റുവേഷൻസ് ആണ്. എപ്പോ വേണമെങ്കിലും പല ഡിസാസ്റ്റർ സംഭവിക്കാം, പല ഡിസീസസ് വരാം, കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാം. നമ്മളിപ്പോ ഇപ്പം കൊറോണ വന്ന സമയത്തൊക്കെ നമ്മൾ അങ്ങനെയായിരുന്നു അല്ലെ. എത്രത്തോളം ഹെൽത്ത് മെഡിക്കൽ സ്റ്റാഫുകളാണ് മരിച്ചത്, എത്ര പേര് മരിക്കപ്പെട്ടു. ഓക്കെ, ഒരു ജീവനക്കാരൻ, പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു ജീവനക്കാരന്റെ ആരോഗ്യം വിലയിരുത്തുന്ന കാര്യം എന്ന് പറയുന്നത് കുറച്ച് ക്രൂഷ്യലാണ് അല്ലെങ്കിൽ നിർണായകമാണ് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത്യാവശ്യം സേഫ്റ്റി മെഷേഴ്സുകൾ എല്ലാ മെഡിക്കൽ സ്റ്റാഫുകളും സ്വീകരിക്കാനായിട്ട് നമ്മൾ ആവശ്യപ്പെടുന്നത്. പറയാം, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സേഫ്റ്റി പ്രൊസീജിയേഴ്സുകൾ എല്ലാ മെഡിക്കൽ സ്റ്റാഫുകളും സ്വീകരിക്കുക. പിന്നെന്താണ്, എല്ലാ പേഷ്യൻസ്, എല്ലാ സർവീസ് സ്റ്റാഫുകൾക്കും എന്താണ് നമ്മുടെ പീരിയോഡിക് ഇൻ സർവീസസ് ട്രെയിനിങ് സെഷൻസ് കൊടുക്കുന്നുണ്ട്. ഇൻഫെക്ഷൻസ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേക പരിശീലനങ്ങൾ അവർക്ക് കൊടുക്കുന്നു. പിന്നെന്താണ്, അവിടെ ഉപയോഗിക്കുന്ന ക്ലോത്ത്സുകൾ എപ്പോഴും നമ്മൾ ക്ലീൻ ആൻഡ് സാനിറ്റൈസ് ചെയ്തിട്ടായിരിക്കും ഉപയോഗിക്കേണ്ടത്. PPE എന്തായാലും നിർബന്ധമായിട്ടും ഉപയോഗിച്ചിരിക്കണം. പിന്നെന്താണ്, ട്രെയിനിങ് ഫോർ എംപ്ലോയീസ് ഓർ ജനറൽ ആൻഡ് പർട്ടിക്കുലർ പ്രാക്ടീസസ്. പ്രത്യേക രീതികളിൽ ജീവനക്കാർക്ക് ജനറൽ ആയിട്ടുള്ള പ്രാക്ടീസുമായി ബന്ധപ്പെട്ട് പരിശീലനങ്ങൾ കൊടുക്കുക. പിന്നെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിനെ നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയായിരിക്കണം, ഹോസ്പിറ്റലിന് പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രൊസീജിയേഴ്സ് ഒക്കെ നോക്കിയിട്ട് മാത്രമായിരിക്കണം അവരെ അഡ്മിറ്റ് ചെയ്യേണ്ടത്. ആ പ്രോട്ടോകോൾസ് അനുസരിച്ചിട്ട് വേണം നമ്മൾ അവരെ അഡ്മിറ്റ് ചെയ്യേണ്ടത്. പിന്നെ വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും എന്താണ്, ഫിറ്റിംഗ് ക്ലോത്ത്സ് അല്ലെങ്കിൽ എന്താണ് കെയർഫുൾ ആയിട്ട് വേണം അതൊക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ട്. പ്രത്യേകിച്ച് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ഉപയോഗിച്ചുകൊണ്ട് മാത്രമായിരിക്കണം വേസ്റ്റ് മെറ്റീരിയൽസുകൾ നമ്മൾ എടുക്കേണ്ടത്, അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ എന്താണ്, ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ മറ്റ് സപ്ലൈസസ് ഒക്കെ എല്ലാം ക്ലീൻ ആയിരിക്കും, എപ്പോഴും സ്റ്റെറിലൈസ് ചെയ്തതിനു ശേഷം മാത്രമായിരിക്കും അതെല്ലാം ഉപയോഗിക്കേണ്ടത്. പേഷ്യൻസിന് നമ്മള് സ്റ്റെറൈൽ ആയിട്ടുള്ള ക്ലോത്ത്സ്, അണുവിമുക്തമായിട്ടുള്ള വസ്ത്രങ്ങളായിരിക്കണം ധരിക്കാൻ കൊടുക്കേണ്ടത്. Evaluation of an employee's health is crucial. ഒരു ജീവനക്കാരന്റെ ആരോഗ്യം നിർണ്ണയിക്കുന്ന കാര്യത്തിൽ എന്താണ് വിലയിരുത്തിയത് നിർണായകമായിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ക്ലിയർ ആണോ? Measures to maintain safety. അടുത്ത പറയാണ് സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് ഇൻ ലേബർ റൂം. ഇതൊക്കെ പ്രിക്കോഷൻസ് ആണ്, പ്രത്യേകിച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് ലേബർ റൂമിൽ എടുക്കേണ്ടത്. ഫസ്റ്റ് വൺ, ഹാൻഡ് വാഷിംഗ്. അറിയാലോ, ഹാൻഡ് വാഷിംഗ് ആണ്. വെയറിംഗ് പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ്, പ്രോപ്പർ ഡിസ്പോസൽ ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ്. ബയോമെഡിക്കൽ വേസ്റ്റ് ഡിസ്പോസ് ചെയ്തതിന് പ്രോപ്പർ ആയിട്ട് ഡിസ്പോസൽ കണ്ടെയ്നേഴ്സ് ഉണ്ടായിരിക്കണം. എന്താണ്, പ്രോപ്പർ ഹാൻഡ്ലിംഗ് ഓഫ് ഷാർപ്പ് ഒബ്ജക്ട്സ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഷാർപ്പ് ഒബ്ജക്ട്സുകൾ എവിടെ ഹാൻഡിൽ ചെയ്യാനാണ് പറയുന്നത്, എവിടെയായിരിക്കും ഡിസ്പോസ് ചെയ്യേണ്ടത്. ഷാർപ്പ് ആയിട്ടുള്ള ഒബ്ജക്ട്സുകൾ പറഞ്ഞേ, പഠിച്ചിട്ടുണ്ടല്ലോ. ഷാർപ്പ് ഒബ്ജക്ട്സുകൾ നമ്മൾ എവിടെയാണ് ഡിസ്പോസ് ചെയ്യേണ്ടത്, ഏത് കണ്ടെയ്നറിലാണ്? നല്ല അടിയുള്ളൂ. പഞ്ചർ റെസിസ്റ്റന്റ് കണ്ടെയ്നേഴ്സ്.
പഠിച്ചിട്ടുണ്ട് കേട്ടോ. ചോദിച്ചിട്ട് പറയാത്തതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കാനിട്ടല്ലേ. പ്രോപ്പർ ഹാൻഡ്ലിംഗ് ഓഫ് ഷാർപ്പ് ഒബ്ജക്ട്സ്. ഷാർപ്പ് ഒബ്ജക്ട്സിൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് വേണം, പ്രത്യേകിച്ച് പഞ്ച് റെസിസ്റ്റന്റ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സിൽ മാത്രമായിരിക്കും അത് ഡിസ്പോസ് ചെയ്യേണ്ടത്. സ്റ്റെറിലൈസേഷൻ ആൻഡ് ഡിസിൻഫെക്ടിംഗ് ഓഫ് ദ ഐറ്റം യൂസ്ഡ്. ഇങ്ങനെയുള്ള ഐറ്റംസ് ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് സ്റ്റെറിലൈസ് ചെയ്ത് ഡിസിൻഫെക്ട് ചെയ്താണെങ്കിൽ അണുമുക്തമായിട്ടുള്ള ഐറ്റംസ് മാത്രമായിരിക്കണം ഉപയോഗിക്കേണ്ടത്. പിന്നെ പ്രോസസിംഗ് ഓഫ് യൂസ്ഡ് എക്യുപ്മെന്റ്. എന്താണ് പ്രോസസിംഗ് ഓഫ് യൂസ്ഡ് എക്യുപ്മെന്റ് എന്ന് പറയുന്നത്? ഉപയോഗിച്ച ഉപകരണങ്ങൾ എപ്പോഴും നമ്മൾ എങ്ങനെയായിരിക്കണം എന്നാണ് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞത്? സ്റ്റെറിലൈസ് ചെയ്തിട്ടായിരിക്കണം. അത്തരത്തിലുള്ള ഏത് തരം ഉപകരണങ്ങളാണോ ഉപയോഗിച്ചിരിക്കുന്നത് ഉപയോഗിച്ച ശേഷം കൃത്യമായിട്ട് ക്ലീൻ ചെയ്ത് ഡ്രൈ ആക്കിയതിനു ശേഷം മാത്രമായിരിക്കും അത് ഉപയോഗിക്കേണ്ടത്. Then sustaining a clean and aseptic environment. എങ്ങനെയുള്ളൊരു എൻവയോൺമെന്റ് ആണ് ലേബർ റൂമിൽ നമ്മൾ നിലനിർത്തേണ്ടത്? ക്ലീൻ ആൻഡ് സെപ്റ്റിക് എൻവയോൺമെന്റ്. അതായത് അണുമുക്തവും അതുപോലെ തന്നെ എന്താണ് ക്ലീൻ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആയിരിക്കണം നമ്മൾ നിലനിർത്തേണ്ടത്. സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് ഇൻ ലേബർ റൂം ഏതൊക്കെയാണ്? ഹാൻഡ് വാഷിംഗ്, protective clothing, proper disposal of biomedical waste, proper handling of sharp objects, sterilization and disinfecting of items used, processing of used equipment, and sustaining a clean septic environment. വായിച്ചു നോക്കിയേ സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് ഇൻ ലേബർ റൂം എന്ന് വായിച്ചു നോക്കിയേ. ക്ലിയർ ആണോ? ക്ലിയർ ആണല്ലോ? മനസ്സിലായല്ലോ പറഞ്ഞത്? നെക്സ്റ്റ് വൺ, cleaning and disinfecting. Cleaning and disinfecting. ഇനി ലേബർ റൂമുമായി ബന്ധപ്പെട്ട് വരുന്ന ഡിസിൻഫെക്ടിംഗ് പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്? അണുമുക്തമാക്കുന്ന പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. Some of the general rules of cleaning are എന്തൊക്കെയാണ്? Any equipment brought into the labor room from outside must be wiped and cleaned. Any equipment brought into the labor room from outside must be wiped and cleaned. പുറത്തു നിന്ന് കൊണ്ടുവരുന്ന ഏതൊരു ഉപകരണമാണെങ്കിലും ഔട്ട്സൈഡിൽ നിന്ന് കൊണ്ടുവരുന്ന ഏതൊരു എക്യുപ്മെന്റ് ആണെങ്കിലും അത് നമ്മൾ എങ്ങനെയായിരിക്കും ലേബർ റൂമിന്റെ അകത്തേക്ക് പ്രവേശിപ്പിക്കേണ്ടത്? ക്ലീൻ ചെയ്ത് വൈപ്പ് ചെയ്തതിനു ശേഷം മാത്രമായിരിക്കണം ലേബർ റൂമിന്റെ അകത്തേക്ക് എക്യുപ്മെന്റ്സ് കൊണ്ടുവരേണ്ടത്. ഓക്കെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്. പറയുന്നത് മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക്? പിള്ളേരെ yes, have an adequate cleaning sequence. Have an adequate cleaning sequence. എന്താണ് ക്ലീനിങ് സീക്വൻസസ് എന്ന് പറയുന്നത്? അതായത് ക്ലീൻ ചെയ്യുന്നതിന് കൃത്യമായിട്ടുള്ളൊരു ക്രമം ഉണ്ടായിരിക്കും. നമ്മള് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കണ്ടിട്ടില്ല, ഒരു പ്രത്യേക ഇടവേളകളിൽ എന്താണ് അവർ ക്ലീൻ ചെയ്തുകൊണ്ടേയിരിക്കും അല്ലെ? ഈ ഒരു ഓപ്ഷൻസ് ആയിക്കോട്ടെ ലേബർ റൂം ആയിക്കോട്ടെ ഒരു ആഡിക്കേറ്റ് ആ ഒരു ക്രമത്തിലാണ് അല്ലെങ്കിൽ ആ സീക്വൻസ് സ്പേസിൽ അടുത്താണ് അവരെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും. അതായത് നമ്മൾ നോക്കുന്ന സമയത്ത് ഒരിക്കലും അവിടെ എപ്പോഴും മലിനമായിട്ട് കിടക്കില്ല. കാരണം എന്താണ്? ആഡിക്കേറ്റ് ആയിട്ട് എപ്പോഴും അവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മതിയായ രീതിയിൽ ശുചീകരണ ക്രമം അവിടെ ഉള്ളത് കൊണ്ട് തന്നെയാണ് അവിടെ എപ്പോഴും ക്ലീൻഡ് ആയിട്ട് കിടക്കുന്നത്. ഓക്കെ, പിന്നെ ഡാമേജ്ഡ് എക്യുപ്മെന്റ് ഷുഡ് ബി റിപ്പയർഡ് ഓർ റീപ്ലേസ്ഡ്. ഡാമേജ്ഡ് എക്യുപ്മെന്റ് ഷുഡ് ബി റിപ്പയർഡ് ഓർ റീപ്ലേസ്ഡ്. എന്താ പറയുന്നത്? ഏതെങ്കിലും തരത്തിലുള്ള ഉപകരണങ്ങള് എന്തെങ്കിലും തരത്തിലുള്ള കേടുപാടുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് റിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യുക. ആ ഒരു ഉപകരണം പിന്നീട് ഉപയോഗിക്കുന്നതിൽ കേടുപാടുകൾ ഉണ്ടെങ്കിൽ റിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ എക്യുപ്മെന്റ്സ് വീണ്ടും ഉപയോഗിക്കുക. അല്ലാത്ത പക്ഷം എന്ത് ചെയ്യണത്? റീപ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, ഒരിക്കലും ഡാമേജ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഒന്നും തന്നെയുള്ള നമ്മളതൊക്കെ ഉപയോഗിക്കാനായിട്ട് പാടുന്നില്ല. Then items stained with the
ഇവിടെ നിങ്ങളുടെ ടെക്സ്റ്റില് കറക്റ്റ് ആണോ ടീച്ചർ വായിക്കുന്നതെന്നൊന്ന് നോക്കിയേ. ഐറ്റം സ്റ്റെയിൻഡ് എന്ന് മാറ്റിയിട്ട് നിങ്ങൾ സോയിൽഡ് എന്നാക്കുക കേട്ടോ. ഐറ്റം സോയിൽഡ് എന്നാക്കുക. ഐറ്റം സോയിൽഡ് SOILED സോയിൽഡ്. സോയിൽഡ് വിത്ത് ബോഡി ബ്ലഡ് ഓർ ബോഡി ഫ്ലൂയിഡ്സ്. ബ്ലഡ് ഓർ ബോഡി ഫ്ലൂയിഡ്സ് എന്നാണ് ഇവിടെ. ഫൈൻസ് എന്നാണ് PDF നോക്കുക, മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. ബ്ലഡ് ഓർ ബോഡി ഫ്ലൂയിഡ്സ് should be not instantly എന്നുള്ളത് വെട്ടാണ്. should be എന്ന് കഴിഞ്ഞിട്ട് cleaned immediately. should be cleaned immediately എന്നാക്കുക കേട്ടോ. ഞാൻ ആ വാക്ക് ഒന്നുകൂടി വായിക്കാം, സെന്റൻസ് ഒന്നുകൂടി വായിക്കാം. ഐറ്റം soiled with blood or body fluids should be cleaned immediately. എഴുതിയോ? യെസ്. എന്താ പറയുന്നത് അപ്പൊ? എന്തെങ്കിലും ഐറ്റംസ് മലിനമായിട്ടുള്ള ഏതെങ്കിലും ഐറ്റംസ് ഉണ്ടെങ്കിൽ ബ്ലഡോ അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സോ പോലെ ഏതെങ്കിലും ഐറ്റംസ് എല്ലാം മലിനമാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അത് ക്ലീൻ ചെയ്യേണ്ടതാണ്. ഓക്കെ, യെസ്. അടുത്തത് ഓൾവേസ് യൂസ് അപ്രൂവ്ഡ് മോപ്പിംഗ് ടെക്നിക്സ്. ഇതാണ് ഓൾവേസ് യൂസ് അപ്രൂവ്ഡ് മോപ്പിംഗ് ടെക്നിക്സ്. ഇതാണ് മോപ്പിംഗ് ടെക്നിക്സ് എന്ന് പറയുന്നത്. മോപ്പിംഗ് ടെക്നിക്സ് കേട്ടിട്ടുണ്ടോ നിങ്ങള്? നമ്മള് ലേബർ റൂമിലേക്ക് പോകുന്ന സമയത്ത് ക്ലീൻ ചെയ്യുന്നവരുടെ ഒരു 3 ബക്കറ്റ്സ് കണ്ടിട്ടുണ്ടോ? 3 ബക്കറ്റുകള്. ഇതിൽ ഒരെണ്ണത്തില് വാട്ടർ ആയിരിക്കും, ഒരെണ്ണത്തില് അതിന്റെ ഡിസിൻഫെക്ട് ചെയ്യുന്ന ലിക്വിഡ് ഉണ്ടായിരിക്കും, പിന്നെ ഒരെണ്ണത്തിൽ എന്താണ് അത് വാഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇങ്ങനെ 3 ബക്കറ്റ്സ് കണ്ടിട്ടുണ്ടോ ഒരുമിച്ച് ഒരൊറ്റ എക്യുപ്മെന്റ്സ് ആയിട്ട് തന്നെ? ഇത് ട്രിപ്പിൾ ബക്കറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് അതിന് പറയാം. ഡബിളോ ട്രിപ്പിൾ ബക്കറ്റ് ആയിരിക്കുള്ളൂ. അതിൽ ക്ലീനിങ് സാധനം ഉണ്ടായിരിക്കും, സൊല്യൂഷൻ ഉണ്ടായിരിക്കും, വാഷ് ചെയ്യാനായിട്ടുള്ള വെള്ളം ഉണ്ടായിരിക്കും. ഓക്കെ, കണ്ടിട്ടുണ്ടോ? എന്നിട്ട് നമുക്കത് റിലീസ് ചെയ്യാം. അതിന് കൃത്യമായ രീതിയിൽ എന്താണ് ക്ലീനിങ് സ്റ്റാഫുകൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ നിങ്ങള്? പിക്ചർ എന്റെ കയ്യിലില്ല. മോപ്പിംഗ് ടെക്നിക്സിന്റെ നോക്കട്ടെ. 2 ബക്കറ്റ് അല്ലെങ്കിൽ ട്രിപ്പിൾ ബക്കറ്റ്സ് ഉണ്ടായിരിക്കും ചിലപ്പോ. പിക്ചർ കാണിച്ചു തരാം. കാണാമോ? നോക്കിയേ, കാണാമോ? കണ്ടോ? ഇതാണ് മോപ്പിംഗ് ടെക്നിക് പറയുന്നത്. 3 ബക്കറ്റ്സ് ഉണ്ടായിരിക്കും, ട്രിപ്പിൾ ബക്കറ്റ്സ്. ഇതിൽ ഒന്നിൽ സൊല്യൂഷൻ ആയിരിക്കും, ഒന്നിൽ വാട്ടർ ഉണ്ടായിരിക്കും, പിന്നെ നമ്മൾ റിൻസ് ചെയ്തിട്ട് അത് തുടയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മോപ്പിങ്സ് ഒക്കെ അതിലുണ്ടായിരിക്കും. ഇനി ഹോസ്പിറ്റലിൽ പോവാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കട്ടോ. നിങ്ങൾ കാര്യങ്ങളൊക്കെ നോക്കാറില്ല അല്ലേ? ഓക്കെ. മനസ്സിലായല്ലോ? അപ്രൂവ്ഡ് ആയിട്ടുള്ള നല്ല രീതിയിലുള്ള മാത്രം വർക്കിംഗ് കണ്ടീഷൻസുള്ള മാത്രം മോപ്പിംഗ് ടെക്നിക്സ് ഉപയോഗിച്ചിട്ട് മാത്രമായിരിക്കും നിങ്ങൾ ക്ലീൻ ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ examine areas for seepage or any other issue are report instantly. Examine areas for seepages. എന്താണ് സീപ്പേജസ്? ഏതെങ്കിലും തരത്തിൽ ചോർച്ച എവിടെയെങ്കിലും ലീക്കേജുകൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പ്ലേസ് ഉടനടി തന്നെ എന്താണ് ആ പ്ലേസസുമായി ബന്ധപ്പെട്ട് അതിന് റിപ്പോർട്ട് കൊടുക്കേണ്ടത് അല്ലെ? ഏത് ഏരിയാസിലാണോ ലീക്ക് കണ്ടിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് അത് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഓക്കെ. ക്ലീൻ ദ ലേബർ ടേബിൾ ആഫ്റ്റർ എവറി ഡെലിവറി. ഓരോ ഡെലിവറിക്കും ശേഷം എന്താണ് ലേബർ ടേബിൾ നമ്മൾ ക്ലീൻ ചെയ്യേണ്ടതാണ്. Then standard procedures for disinfection and sterilization required to be followed. എന്താണ് സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ ഫോർ ഡിസിൻഫെക്ഷൻ ആൻഡ് സ്റ്റെറിലൈസേഷൻ റിക്വയർഡ്. അതായത് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നതിന് വീട്ടിലെ എല്ലാ സ്റ്റാൻഡേർഡ് പ്രൊസീജിയേഴ്സ് ഉപയോഗിച്ച് നമ്മൾ നിർബന്ധമായിട്ട് അത് ഫോളോ ചെയ്തിരിക്കേണ്ടതാണ്. ലേബർ റൂം മാത്രമല്ല, ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് വരുന്ന ഏതുതരം ഡിസിൻഫെക്ഷൻ പ്രൊസീജിയർ ഉണ്ടെങ്കിലും നമ്മളത് ഫോളോ ചെയ്യേണ്ടതാണ്.
ഇതിനു വേണ്ടിയിട്ടാണ് അത് ഡിസിൻഫെക്ട് ചെയ്യണം, വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു പ്രൊസീജിയേഴ്സുകൾ ഫോളോ ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നത്. ഓക്കെ, അതായത് നശീകരണത്തിനുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നടപടിക്രമങ്ങൾ നമ്മൾ പാലിക്കേണ്ടത്. ഓക്കെ, ഇനി ലെവർ റൂം and connecting passage should be cleaned at least twice a day. Soil areas and cleaning of spillage should be done at the earliest time possible. A detailed wash down of the labor room must be done at least twice a month. ഇനി നമ്മളിപ്പോ പറഞ്ഞതൊക്കെ എന്താണ്? ജനറൽ റൂൾസ് ആണ്. ക്ലീനിങ് ചെയ്യുന്നതിന് വലിയ ജനറൽ ആയിട്ടുള്ള റൂൾസുകളാണ്. അപ്പൊ ഈ റൂൾസ് പ്രത്യേകം പറയുന്നതിന്റെ കാരണം എന്താണ്? നമ്മള് ഡിസിൻഫെക്ട് ചെയ്ത യാതൊരു വിധത്തിലുള്ള ഇൻഫെക്ഷൻസ് പകരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തില് ക്ലീൻ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആവശ്യാനുസരണം എന്താണ് ക്ലീനിങ് സീക്വൻസ് അനുസരിച്ചിട്ട് വാഷ് ചെയ്യപ്പെടുന്നുണ്ട്. പിന്നെ എന്താണ് എക്യുപ്മെന്റ്സ് പുറത്തുനിന്ന് കൊണ്ടുവരുന്ന എല്ലാ എക്യുപ്മെന്റ്സുകളും വൈപ്പ് ചെയ്ത് ക്ലീൻ ചെയ്തതിനു ശേഷമാണ് അതിനകത്തേക്ക് പ്രവേശിപ്പിക്കുന്നത്. പിന്നെ ഡാമേജ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ എന്തെങ്കിലും എന്ത് ചെയ്യും? നമ്മൾ റിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ അത് റീപ്ലേസ് ചെയ്യുക. പിന്നെ ഏതെങ്കിലും ബോഡി ഫ്ലൂയിഡ്സ് ബ്ലഡുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മലിനമാക്കപ്പെട്ട പ്രദേശങ്ങൾ ഏരിയാസ് ഉണ്ടെങ്കിൽ അവിടെ എത്രയും പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ നമ്മൾ അവിടെ ക്ലീൻ ചെയ്യേണ്ടതുണ്ട്. പിന്നെ always use approved mopping techniques. Mopping techniques ഉപയോഗിച്ചിട്ട് കൃത്യമായിട്ട് ക്ലീൻ ചെയ്യുക. ഏതെങ്കിലും ലീക്കേജസ് ഉള്ള ഏരിയാസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. ലേബർ ഡെലിവറിക്ക് ശേഷം എന്താണ് നമ്മൾ ക്ലീൻ ചെയ്യേണ്ടതുണ്ട്. പിന്നെ സ്റ്റെറിലൈസേഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഡിസിൻഫെക്ഷനുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ നടപടിക്രമങ്ങളും നമ്മൾ പാലിക്കേണ്ടതുണ്ട്. പിന്നെ ലേബർ റൂമുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കണക്റ്റിംഗ് പാസേജുകളും നമ്മൾ അറ്റ്ലീസ്റ്റ് ട്വൈസ് എ ഡേ എന്ന് പറയുന്നത് എന്താണ്? ട്വൈസ് എ ഡേ ഒരു ദിവസത്തിൽ എത്ര പ്രാവശ്യം നമ്മൾ വാഷ് ചെയ്യണമെന്നാണ് പറയുന്നത്? എത്ര പ്രാവശ്യം ക്ലീൻ ചെയ്യണമെന്നാണ് പറയുന്നത്? 2 പ്രാവശ്യം അറ്റ്ലീസ്റ്റ് ട്വൈസ് എ ഡേയിൽ നമ്മൾ ക്ലീൻ ചെയ്യേണ്ടതുണ്ട്. ഇനി ഏതെങ്കിലും തരത്തിലുള്ള വേസ്റ്റ് മെറ്റീരിയൽസുകളോ അല്ലെങ്കിൽ മറ്റ് മലിനമായ എന്തെങ്കിലും കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ എന്താണ് മലിനമായിട്ടുള്ള ഏരിയാസിൽ മാത്രമായിരിക്കും അത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിലും ക്ലീൻ ചെയ്ത ഭാഗത്തുകൂടി അത് കൊണ്ടുപോകാനായിട്ട് പാടുള്ളത്. പിന്നെ മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും അല്ലെ ഡീറ്റെയിൽഡ് വാഷ് ഡൗൺ, ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു വാഷ് ഡൗൺ കംപ്ലീറ്റ് ആയിട്ട് ലേബർ ഡിപ്പാർട്ട്മെന്റ് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്തിരിക്കണം? മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് ക്ലീനിങ് സ്റ്റെറിലൈസേഷൻസ് ചെയ്തിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കാവോ? 4th പോയിന്റ്, 4ാമത്തെ പോയിന്റ്. ഐറ്റം സോയിൽഡ്, ആ പോയിന്റ് നമ്മൾ വെട്ടിത്തിരുത്തി പറഞ്ഞിരുന്നു കേട്ടോ. ഐറ്റം സോയിൽഡ് വിത്ത് ബോഡി ബ്ലഡ് ഓർ ബോഡി ഫ്ലൂയിഡ്സ് ഷുഡ് ബി ക്ലീൻഡ് ഇമ്മീഡിയറ്റ്ലി. ഏതെങ്കിലും ബ്ലഡോ ബോഡി ഫ്ലൂയിഡ്സ് മൂലം എവിടെയെങ്കിലും ഏതെങ്കിലും പ്രദേശങ്ങൾ മലിനമായിട്ടുണ്ടെങ്കിൽ അതുടനടി തന്നെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ക്ലീൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ നമ്മളത് ക്ലീൻ ചെയ്യുക. ഓക്കെ, ഇതാണ് 4th പോയിന്റ്. വേറെ എന്തെങ്കിലും സംശയമുണ്ടോ? ഒന്ന് വായിച്ചു നോക്കിയത്. മനസ്സിലായോ? എന്തെങ്കിലും സംശയം ഉണ്ടോ? ക്ലിയർ ആണോ? സംശയം എന്തെങ്കിലും ഉണ്ടോ? എന്താണ് ആശ? പറ. ബാക്കി പിന്നെ എടുത്തൂടെയാണോ? എന്താണോ മതിയായ ബോറടിച്ചത് എനിക്ക്?
എടുക്കുന്നുള്ളൂ. ഇത്തിരി കൊടുത്ത ചാപ്റ്റർ തീരും. എന്ത് വെച്ച് എല്ലാം കൂടി പഠിച്ചിട്ട് സിമ്പിൾ അല്ല? നിങ്ങൾക്ക് എത്ര ബുദ്ധിമുട്ടൊന്നുമില്ല, എളുപ്പമല്ല ഇത്? ഭയങ്കര മൂടോട്ടായ സ്പില്ലേജ് നമ്മൾ പറഞ്ഞില്ലല്ലോ. സീപ്പേജ്, ചോർച്ച. ഫസ്റ്റ് ക്ലാസ് ടഫായിരുന്നു. ഇത്ര പോറാണോ ലേബർ റൂമൊക്കെ? എടോ ഇപ്പൊ തേർഡും ഫോറും മൊഡ്യൂളൊക്കെ എത്തുമ്പോ താൻ എങ്ങനെ ഇരിക്കും ക്ലാസ്സിൽ? എല്ലാം തലയിൽ കയറുന്നില്ല. ഓക്കെ, ഇതൊക്കെ സിമ്പിൾ ആണ് കേട്ടോ. ഒന്ന് വായിച്ചു വയ്ക്കാൻ മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ക്ലാസ് കഴിഞ്ഞിട്ട് സമയം കിട്ടുമ്പോ എന്ന് വായിക്കാം കേട്ടോ. ഓക്കെ, നമുക്ക് ബോറടിച്ചെങ്കിൽ നിർത്താം. വേണ്ട, പറയുന്നില്ല. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ മാം? അങ്ങനെ വെറുതെ എക്സാം. എന്തൊക്കെ സ്റ്റാൻഡേർഡ് അപ്ലിക്കേഷൻസ് ആണ് ലേബർ റൂമിലുള്ളത്? ലക്ഷ്മി മോഹൻ, ലക്ഷ്മി ഒന്ന് പറയോ? നോക്കി വായിച്ചാൽ മതി. ലക്ഷ്മി മോഹൻ. ആൽഫിയ മുഹമ്മദ്. ആൽഫിയ പറഞ്ഞോളൂ, മൈക്ക് ഓണാണ്. റേഡിയന്റ് പറഞ്ഞോളൂ, നല്ല കിട്ടിയുള്ളൂ. സ്റ്റാൻഡേർഡ് അപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് ലേബർ റൂമിലെ? ഓഫ് ആണോ ക്യാമറ? ഓണാണോ? ഓണാണ് കേട്ടോ. Okay, ma'am. Wearing protective cloth. And washing, protective clothing. Processing of used equipment. Proper disposal. അവർക്ക് പറഞ്ഞോളൂ, പിടിക്കണ്ട. Proper handling of sharp objects. കേൾക്കുന്നില്ല കേട്ടോ പറയുന്നേ. ഓക്കെ ലക്ഷ്മി, ഓക്കെ ഓക്കെ. ഇനി എന്തൊക്കെ മെഷേഴ്സ് ആണ് സേഫ്റ്റി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ലേബർ റൂമിൽ നമ്മൾ പാലിക്കേണ്ടത്? Observation and disposal of items used. പിന്നെ Substance and cleaning and economic environment. മെഷേഴ്സ് മെയിൻറ്റെയിൻ സേഫ്റ്റി, അതല്ലേ പറയുന്നേ? Standard safety procedures must be followed by all medical staff. Periodic In service and training. Session. The clothing worn should be sanitary and clean. PPP is easy accessible. Training, employee and general practical practice. യെസ്, ഓക്കെ. ലേബർ ടേബിള് എക്യുപ്മെന്റ്സുകൾ ഏതൊക്കെയാണ്? ലേബർ ടേബിൾ എക്യുപ്മെന്റ്സുകൾ ഏതൊക്കെയാണ്? Radiator warmer, sterilizer, total dropper, total tochocardiograph. ഓക്കെ. LDR സോൺസ് എത്രയായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? LDR സോൺസുകള് Unsterilizer zone, protected zone, delivery zone. മെഡിസിൻ സ്റ്റോർ ഡ്യൂട്ടി റൂം ഏത് സോണിലാണ് ഉൾപ്പെടുന്നത്? മെഡിസിൻ സ്റ്റോർ ഡ്യൂട്ടി റൂം protective zone. പ്രൊട്ടക്റ്റീവ് സോണാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ ഏതിലാണ്? അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ Unsterilizer zone. സോൺ. ഓക്കെ ഓക്കെ, ശരി. അത് നിങ്ങൾ ലെഫ്റ്റ് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു. Thank you, ma'am. Thank you, ma'am. താങ്ക് യു.